ഇന്ന് കപ്പയും മീൻ കറിയും തയ്യാറാക്കാമെന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ. അന്നേരം അതിന് വേണ്ടിയിട്ട് മീൻ വാങ്ങാനായിട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് പോകണം. സാധാരണ ഇവിടെ ഫ്ലാറ്റിൽ മീൻ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് എല്ലാവരും കൊണ്ടുവരുന്നതൊക്കെ കുറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് മീൻ മാർക്കറ്റിലോട്ട് പോകാം. മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ ഉണ്ട്. അന്നേരം അവിടെ പോയി മീനൊക്കെ നോക്കാം. ഇന്ന് ഫ്രഷ് മീനൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാം ഒന്ന് നോക്കാം. അന്നേരം മീൻ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സൈസ് മീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഫ്രഷായിട്ട് എനിക്ക് തോന്നിയത് ചൂരയും അതേപോലെ ചെറിയൊരു സൈസ് മീനും ഒക്കെ ആയിരുന്നു. അന്നേരം വെള്ളച്ചൂരയാണ് കേട്ടോ. വെള്ളച്ചൂരയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേപോലത്തെ മീൻ മാന്തലെന്ന് പറയും, ചെറിയ മീൻ. ഇത് ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് വേറൊരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിയും വയ്ക്കാം. അന്നേരം ഇത് രണ്ടുമാണ് ഇന്ന് ഞാൻ വാങ്ങിയത്. അന്നേരം ഇനി വെള്ളച്ചൂര വെക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചാണ്. ഒരുപാട് തേങ്ങയില്ല, കുറച്ച് ഒരു പിടി തേങ്ങയോളം ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അന്നേരം മസാലയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയൊന്ന് ചേർത്ത് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ചൂര കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നല്ലപോലെ അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയെടുക്കാം. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചീനി എന്ന് പറയും കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് കപ്പയെന്ന് പറഞ്ഞത് ശീലമായത്. അന്നേരം സാധാരണ ഞാൻ കപ്പ വയ്ക്കാറ് നമ്മൾ കുക്കറിനകത്ത് ഒരു അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം എല്ലാവരും പറയുന്നത് നമ്മൾ അല്ലാതെ തന്നെ പാത്രത്തിൽ തന്നെയാണ് ഇതേപോലെ തന്നെ വെച്ച് കപ്പ എടുക്കണം. എന്നാലേ അതിൻ്റെ കട്ടും കുറച്ചൊരു വിഷത്തിൻ്റെ അംശമൊക്കെ കാണുമല്ലോ, അതൊക്കെ പോകത്തുള്ളൂ എന്നുള്ള. കുക്കറിൽ വെച്ച് എടുക്കരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്നേരം കപ്പയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് തിളപ്പിച്ചത്. ഇനി നമുക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും ചതച്ചതും കൂടെ ചേർത്ത് കപ്പ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അന്നേരം ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് കപ്പയും മീൻ കറിയാണ്. വെള്ളച്ചൂര നല്ല ഇതേപോലെ തേങ്ങ അരച്ചൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചൂരയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തേങ്ങ അരച്ച് ചെയ്തിട്ടില്ലാത്തവർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രത്തോടെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം.